ഈ സീസണിലെ തന്നെ ഏറ്റവും നല്ല ബൗളിംഗ് ടീം അല്ലെങ്കിൽ ആദ്യത്തെ 3 ബാറ്റ്സ്മാൻമാർ ഗംഭീരമായിട്ട് കളിക്കുന്ന ബാറ്റിംഗ് ടീം. ആ 3 പേരിൽ 2 പേര് ഓൾറെഡി ഓറഞ്ച് ക്യാപ്പിലും ഉണ്ട്. അറിയാലോ, ജിടിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ നടന്ന GT RCB മാച്ചിന്റെ റിസൾട്ട് ഇതൊന്നും ആയിരിക്കില്ല എന്നാണ് തോന്നിയത്. കാരണം ഒരു ലാസ്റ്റ് ഓവറിലെ ത്രില്ലർ അല്ലെങ്കിൽ എൻഡ് ബോളിൽ അങ്ങനെയുള്ള ഒരു മാച്ചാണ് ശരിക്കും പ്രതീക്ഷിച്ചത്. പക്ഷേ ഫുള്ളി മാറ്റിക്കൊണ്ട് ഒരു ഡോമിനന്റ് പെർഫോമൻസ് ആണ് RCBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത RCB 254 റൺസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ 255 എന്നുള്ളൊരു വലിയൊരു പടുകൂറ്റൻ സ്കോർ ടാർഗറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് തന്നെ ഈ സീസണിലെ ഏതൊരു മാച്ച് നോക്കിക്കഴിഞ്ഞാലും 200 മേലെ വരുന്ന ഒരു ടാർഗറ്റ് കുറച്ച് ടഫായിട്ടാണ് കാണാറുള്ളത്. അത് ഇന്നലത്തെ മാച്ചിലും കാണാൻ വേണ്ടി പറ്റി. ഫസ്റ്റ് മുതൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ എവിടേക്കോ കളിച്ച് ഓടി നടക്കുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും GTയുടെ ബാറ്റിങ്ങിൽ കണ്ടത്. പ്രത്യേകിച്ച് സായ് സുദർശന്റെ ഒക്കെ ഔട്ടൊക്കെ. അപ്പുറത്ത് കോഹ്ലി നല്ല രീതിയിൽ ആ ഒരു സ്ട്രൈക്ക് റേറ്റിലേക്ക് കളിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരുപടി മേലെ കളിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം ഗില്ല് 6 ബോൾ മുട്ടി നിന്ന് 2 റണ്ണുള്ള സമയത്ത് 7ാമത്തെ ബോളിൽ ഒരു കിടിലൻ 6 ഫൈൻ ലെഗിൽ അടിക്കാൻ നോക്കിയത്. പക്ഷെ ആ 6 ബാറ്റിൽ കൊണ്ടില്ല, നേരെ സ്റ്റെമ്പിലോട്ട് പോവുകയും ചെയ്തു. ആളുടെ കണ്ണിന്റെ ഡയറക്ഷൻ ശരിക്കും 6ന്റെ ലൈനിലായിരുന്നെങ്കിലും സ്റ്റെമ്പ് പോയത് പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും സുദർശനും പോയി, ഗില്ലും പോയി. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് നമ്മളെ ജോസേട്ടനാണ്. ജോസേട്ടനാണെങ്കിൽ അറിയാലോ, ഈ സീസണിൽ അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ വലിയൊരു ബിഗ് മാച്ച് റണ്ണൊന്നും ആള് ഈ സീസണിൽ അധികം എടുത്തിട്ടില്ല. എവിടേക്കോ സായ് സുദർശനും ഗില്ലും കളിക്കുന്നതിന്റെ ബാക്കി പത്രമായിട്ട് ജോസേട്ടൻ കളിക്കാറുണ്ട്. അത് ഇന്നലെയും കളിക്കുമെന്ന് വിചാരിച്ചു. ആളുടെ സ്ഥിരം ശൈലിയിലുള്ള ഒരു കളി ആയിരുന്നില്ല. അല്ലെങ്കിൽ എല്ലാ മാച്ചിലും വന്ന് കുറച്ചേരൊക്കെ നിന്ന് ബോളൊക്കെ അടിച്ചതിന് ശേഷം പിന്നീടാണ് ആൾ അടിച്ച് തുടങ്ങുന്നത്. പക്ഷെ ഇന്നലെ ഓൾറെഡി ഇത്ര വിക്കറ്റൊക്കെ പോയ സമയത്ത് പിന്നെ എന്ത് ചെയ്യാനാ, ആളൊന്ന് അടിച്ച് കളിക്കാൻ നോക്കി. പക്ഷേ അധികം സമയം വൈകാണ്ട് തന്നെ ആളുടെ കുറ്റി തെറിക്കുകയും ചെയ്തു. ഇന്നലെ GT ബാറ്റ്സ്മാൻമാരിൽ പറയത്തക്ക രീതിയിൽ കുറച്ച് നല്ല രീതിയിൽ കളിച്ചത് ശരിക്ക് ബട്ട്ലർ തന്നെയാണ് കേട്ടോ. കാരണം 11 ബോളിൽ 29 റൺസാണ് എടുത്തിട്ടുണ്ടായത്. 4 4ഉം 2 6 അടിച്ച് 263 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. പൊതുവേ GT ബാറ്റ്സ്മാൻമാരിൽ ടോപ്പ് ഓർഡേഴ്സ് എപ്പോഴും ഫോം ആകുന്നതുകൊണ്ട് തന്നെ ലോവർ ഓർഡറിൽ ഇറങ്ങുന്ന ആർക്കും വലിയ റോൾ ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് ഫിനിഷേഴ്സ് ഒക്കെ നമുക്കറിയാലോ, തെവാത്തിയൊക്കെ അവസാനത്തെ 2 3 ബോൾ വന്ന് ആളുടെ ആ ഒരു റോള് ഭംഗിയാക്കാറുണ്ട്. ഇന്നലെ പക്ഷേ ഏകദേശം ഒരു 4ാമത്തെ ഓവർ, ഏകദേശം ഒരു പവർ പ്ലേയിൽ തന്നെ ആള് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ നിന്ന് വിക്കറ്റുകൾ ഇങ്ങനെ തുരുതുരാ പോകുന്ന സമയത്ത് തെവാത്തി അവിടെ ഇങ്ങനെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നുള്ള രീതിയിൽ മെല്ലെ കളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് റൺസ് പോകുന്നുണ്ടോ എന്ന് വെച്ചാൽ തെവാത്തിയുടെ ഒരു സ്ഥിരം സ്റ്റൈലുള്ള ഒരു അടിയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. കാരണം ആള് കുറേ ബോളുകൾ എടുത്താണ് മെല്ലെ മെല്ലെ റൺസ് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടായി. 88 റൺസ് ഉള്ള സമയത്താണ് ടോട്ടൽ 8 വിക്കറ്റ് GTയുടെ പോകുന്നത്. ഇങ്ങനെ കണ്ട സമയത്ത് ശരിക്കും എനിക്ക് തോന്നിയൊരു 100 റൺസ് പോലും കടക്കില്ല. അങ്ങനെ കടക്കാണ്ട് നിന്നുണ്ടെങ്കിൽ ഒരു 150 റൺസിന്റെ ഒക്കെ ഒരു വൻ തോൽവി, അതും ഒരു ക്വാളിഫയർ ഫസ്റ്റ് മാച്ചിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കളിച്ചിട്ട് 2ാം സ്ഥാനത്ത് പിടിച്ചു വന്ന ടീമിന് വല്ലാത്തൊരവസ്ഥയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച സമയത്താണ് രക്ഷകനായിട്ട് ശരിക്കും തെവാത്തിയ അതിനുശേഷം അടിച്ചു തുടങ്ങി. 43 ബോളിൽ 68 റൺസാണ് ആളുടെ അടുത്തുണ്ടായിരുന്നത്. 8 4ഉം 4 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 150 മേലായിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ശരിക്കും തെവാത്തിയുടെ ഒരു ഇന്നിങ്സും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ GTയുടെ ഒരു വൻ തോൽവി തന്നെ കാണാൻ പറ്റിയേനെ, അതും ക്വാളിഫയറിലെ ഫസ്റ്റ് മാച്ചിൽ. റൊമാരിയോ ഷെപ്പേർഡ് എറിഞ്ഞ ആ ഒരു ഓവർ മാത്രം മാറ്റി വെച്ചുകൊണ്ട് ബാക്കിയുള്ള ബൗളേഴ്സിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു RCB ബൗളിംഗ് യൂണിറ്റിൽ നിന്ന്. കാരണം റൊമാരിയോ ഷെപ്പേർഡ് ഒരു ഓവറാണ് ബോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 15 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബാക്കി എല്ലാവരും ആ ഒരു 10 എക്കണോമിയിലെ താഴെ തന്നെയായിരുന്നു ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും നന്നായിട്ട് ബോൾ എറിഞ്ഞത് കൃണാൽ പാണ്ഡ്യ ആയിരുന്നു. 3 ഓവർ 3 ബോൾ ചെയ്ത സമയത്ത് 16 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നാലേ റസിക് സലാം എറിഞ്ഞ ഫസ്റ്റ് ഓവർ ഉണ്ടല്ലോ, അത് ആളുടെ ബൗളിംഗ് സ്പെല്ലിൽ തന്നെ ഏറ്റവും ഇമ്പാക്ട് ഏറിയ ബൗളിംഗ് ഓവർ ആയിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് ഓവറിൽ തന്നെ 2 വിക്കറ്റ് എടുക്കുക, അതും മെയ്ഡ് ഇൻ ഓവറിൽ. ടോട്ടൽ ആൾ ബോൾ ചെയ്ത സമയത്ത് 3 ഓവറിൽ 24 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ലീഡിംഗ് വിക്കറ്റ് ടേക്കർ നമ്മുടെ ജേക്കബ് ഡഫി ആണ് കേട്ടോ. 4 ഓവറിൽ 39 റൺസ് കൊടുത്ത് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹേസൽവുഡും 4 ഓവറിൽ 39 റൺസാണ് കൊടുത്തത്. പക്ഷേ 1 വിക്കറ്റ് നേടാനായിട്ടുണ്ട്. RCBയുടെ സ്റ്റാർ ബൗളർ ഭുവനേശ്വർ കുമാർ 4 ഓവറിൽ 28 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു ചാമ്പ്യൻ ടീം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത് ഇന്നലെ RCB കാണിച്ചു തന്നു. കാരണം കഴിഞ്ഞ സീസണിൽ ഓൾറെഡി ചാമ്പ്യൻ ആയവരാണ്. അപ്പോൾ ഈ ഒരു സീസണിലും അവരുടെ ആ ഒരു ക്വാളിറ്റി കാണിക്കണമല്ലോ. ആ ഒരു ക്വാളിറ്റി കാണിച്ചിട്ടുള്ള ഒരു ക്വാളിഫയർ മാച്ച് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ RCB ഫൈനലിൽ എത്തിയോടുകൂടി ഒരു റെക്കോർഡും കൂടി പറഞ്ഞിരിക്കുകയാണ്. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട് 2ാമത്തെ സീസണിൽ ഫൈനലിൽ എത്തുക എന്നുള്ളത്, അതും കഴിഞ്ഞ തവണ ചാമ്പ്യൻ ആയിട്ടുള്ളത് ഇത്തവണ അഗെയിൻ ഫൈനലിലെത്തി. അത് കൂടാണ്ട് തന്നെ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം കൂടി RCB ഫൈനലിൽ എത്തിയോടുകൊണ്ട് തന്നെ ഇത് 3ാമത്തെ തവണയാണ് RCB ഫൈനലിൽ എത്തുന്നത്. ഇതുപോലെ CSKയും അതുപോലെ മുംബൈ ഇന്ത്യൻസും 3 തവണ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 തവണ കപ്പടിച്ചിട്ടുണ്ട്. അതും ആ 2 തവണ കപ്പടിച്ചത് കൺസിസ്റ്റന്റ് ആയിട്ടാണ്. ആ ഒരു റെക്കോർഡ് നമ്മുടെ RCBക്കും ഇത്തവണ കിട്ടുന്ന പോലെയുണ്ട്. കാരണം അതുപോലെയാണ് അവർ കളിക്കുന്നത്. RCBയുടെ തുടക്കം തന്നെ വെടിക്കെട്ടായിരുന്നു. വെങ്കടേഷ് അയ്യർ വിരാട് കോഹ്ലി കോംബോ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോംബോ, അവർ ഗംഭീരമായിട്ട് തന്നെ. കാരണം ഇതിനു മുന്നേ ഒരു കോമ്പിനേഷൻ പരീക്ഷിച്ച് നോക്കിയ സമയത്ത് കോഹ്ലി ഫിൽ സോൾട്ട് അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. പക്ഷേ കോഹ്ലി ജേക്കബ് ബദൽ കോമ്പിനേഷൻ ട്രൈ അടിച്ച സമയത്ത് അത്ര വലിയൊരു സക്സസ് ആയിരുന്നില്ല. കാരണം ജേക്കബ് ബദലിന്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റും കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ പോകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വെങ്കടേഷ് അയ്യറിൽ നിന്ന് ടോപ്പ് ഓർഡറിൽ
ചാൻസ് കൊടുത്ത സമയത്ത് ആൾ നന്നായിട്ട് തന്നെ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്ക് ആ ഒരു ഓപ്പണിംഗ് സ്ലോട്ടും കൂടി കിട്ടിയതിന് ശേഷം ആ ലെഫ്റ്റി റൈറ്റി കോംബോ ഗംഭീരമായിട്ട് തന്നെ അവർ ഇപ്പോൾ കഴിഞ്ഞ 3-4 മാച്ചസിലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് ഇന്നലെയും കാണാൻ സാധിച്ചു. 7 ബോളിൽ 19 റൺസാണ് വെങ്കടേഷ് അയ്യർ എടുത്തിട്ടുണ്ടായിരുന്നത്. 3 ഫോറും ഒരു 6 അടിച്ച് 271 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. രാജാവും ഒട്ടും കുറവിലായിരുന്നില്ല. കാരണം 25 ബോളിൽ 43 റൺസാണ് ആളുടെ എടുത്തിട്ടുണ്ടായിരുന്നത്. 5 ഫോറും ഒരു 6 അടിച്ച് 172 ആയിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. 19 ബോളിൽ 30 റൺസ് അടിച്ചിട്ട് 5 ഫോർ അടിച്ചുകൊണ്ട് 150 മേലെ സ്ട്രൈക്ക് റേറ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ദേവദത്ത് പടിക്കലും നല്ലൊരു കട്ട സപ്പോർട്ട് കിങ് കോഹ്ലിക്ക് കൊടുത്തു. 94-3 എന്നുള്ളൊരു അവസ്ഥയിൽ നിന്ന്, അതായത് നല്ല രീതിയിലുള്ള ഒരു സ്കോർ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എന്നാലും 94-ൽ 3 വിക്കറ്റ് പോയൊരു സ്റ്റേജിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് 189 ആകുന്നവരെ ആ ഒരു കിടിലൻ പാർട്ട്ണർഷിപ്പ് രജത് പാട്ടിദാറും അതുപോലെ കൃണാൽ പാണ്ഡ്യയും രണ്ടുപേരും കൂടി ചേർന്ന് എഗെയിൻ ഒരു ലെഫ്റ്റി റൈറ്റി കോംബോ അവിടെ കാണാൻ വേണ്ടി പറ്റി. രണ്ടുപേരും തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ രജത് പാട്ടിദാർ 2 അവസരങ്ങളാണ് ശരിക്കും ഇന്നലെ GT ഫീൽഡേഴ്സിന് കൊടുത്തത്. പക്ഷേ അവർ ആ 2 അവസരവും നഷ്ടപ്പെടുത്തിയോടുകൂടി തന്നെ പിന്നെ ബോളുകളൊന്നും ഗ്രൗണ്ട് ഷോട്ട് ആയിട്ട് പോയിട്ടേ ഇല്ല. ഫുൾ സിക്സസ് തന്നെയായിരുന്നു കേട്ടോ. 33 ബോളിൽ 93 റൺസാണ് നമ്മുടെ രജത് പാട്ടിദാർ അടിച്ചു കൂട്ടിയത്. 5 ഫോറും 9 സിക്സും ഉണ്ടായിരുന്നു. 281 ആളുടെ സ്ട്രൈക്ക് റേറ്റ്. 28 ബോളിൽ 43 റൺസ് അടിച്ചിട്ട് കൃണാൽ പാണ്ഡ്യയും കട്ട സപ്പോർട്ട് കൊടുത്തു രജത് പാട്ടിദാറിന്. 5 ഫോറും 2 സിക്സാണ് ആൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അവസാനം ഇറങ്ങിയ ജിതേഷ് ശർമ്മ 5 ബോളിൽ 15 റൺസ് എടുത്ത് ആളുടെ ഒരു ഫിനിഷിംഗ് സ്റ്റൈൽ ഗംഭീരാക്കി. 300 ആയിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ്. ഇന്നലെ GT ബോളേഴ്സിൽ ഒരുവിധം എല്ലാവരും നല്ല രീതിയിൽ തന്നെ അടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ റബാഡ, മുഹമ്മദ് സിറാജ്, അതുപോലെ പ്രസിദ്ധ് കൃഷ്ണ, കെജ്രോളിയ എല്ലാവരും 10 മേലെയായിരുന്നു എക്കണോമി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മുടെ റബാഡ 4 ഓവറിൽ 54 റൺസ് കൊടുത്തിട്ട് 2 വിക്കറ്റ് എടുത്ത സമയത്ത് മുഹമ്മദ് സിറാജ് 3 ഓവർ എറിഞ്ഞ സമയത്ത് തന്നെ 46 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു. 4 ഓവറിൽ 39 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് എടുത്ത ജെയ്സൺ ഹോൾഡറാണ് ശരിക്കും ഇന്നലെ കുറച്ചെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ നല്ലൊരു ബൗളർ എന്ന് പറയും. റബാഡയ്ക്ക് ഒരു കൂട്ടായിട്ട് പ്രസിദ്ധ് കൃഷ്ണ ഉണ്ടായിരുന്നു. 4 ഓവറിൽ 53 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്ക് ഇന്നലെ 3 50കൾ കാണേണ്ടായിരുന്നു മുഹമ്മദ് സിറാജ് ഒരു ഓവറും കൂടി ചെയ്തിരുന്നെങ്കിൽ. കളിച്ച് തന്നെ നേടിയ ഒരു ഗംഭീര വിജയമാണ് ശരിക്കും RCBയുടേത്. അതുകൊണ്ട് തന്നെ അവർ ഡിസേർവിംഗ് ആയിട്ടാണ് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. ഇനി GTക്ക് ഒരു മാച്ചും കൂടി വെയിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന മാച്ച് RR വേഴ്സസ് SRH. അതിലെ വിന്നേഴ്സ് ആയിട്ടുള്ള ആരാണോ അവരുടെ കൂടി ആയിരിക്കും എഗെയിൻ ഒരു ക്വാളിഫയർ മാച്ച് ഉണ്ടാവുക. ആ മാച്ചിൽ ജയിക്കാൻ വരുന്ന കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം ലൂസ് ആയിട്ടുള്ള ഒരു മൊമെന്റത്തിലാണ് GT നിൽക്കുന്നത്. ഇനി ക്വാളിഫയർ 2 കളിക്കുന്ന ടീം എന്തായാലും അതിൽ ജയിക്കുന്ന ഒരാളായിരിക്കും. ജയിക്കുന്ന ടീമിന് ആ ഒരു വിന്നിംഗ് മൊമെന്റും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത മാച്ച് കുറച്ച് ടഫ് ആയിരിക്കും GTക്ക്. RCB എന്തായാലും സേഫ് സോണിൽ തന്നെ ഈസി ആയിട്ട് ഫൈനലിലോട്ട് എത്തിയിട്ടുണ്ട്. അവർ വെയിറ്റ് ചെയ്യാണ് ആര് വരും എന്ന് അറിയാൻ വേണ്ടിയിട്ട്.